ഇനി നേരെ 13 പാലം, ആര്യങ്കാവ് ക്ഷേത്രം, കറുപ്പസ്വാമി ക്ഷേത്രം, പ്രശസ്തമായ ചെങ്കോട്ട എസ് വളവ്, പുനലൂർ ചെങ്കോട്ട റൂട്ടിലെ അറിയപ്പെടുന്ന ഒരു വളവാണ് ചെങ്കോട്ട എസ് വളവ്. തെന്മല ഡാമിലെ കാഴ്ചകളെല്ലാം കണ്ട് വീഡിയോ എല്ലാം എടുത്ത് നേരെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം കാണാൻ പോകാൻ വേണ്ടിയായിരുന്നു. കാണുന്നത് മാത്രമല്ല, വ്ളോഗും ചെയ്യണം. പക്ഷേ അവിടെ ചെന്നപ്പോൾ VS മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അവധിയാണ്. അങ്ങനെ പ്ലാൻ മാറ്റി. അതുകൊണ്ട് തെന്മല 13 പാലം, കഴുതുരുട്ടി, ആര്യങ്കാവ് ക്ഷേത്രം, കറുപ്പസ്വാമി ക്ഷേത്രം, എസ് വളവ് ഇങ്ങനെ പോകാം എന്നോർത്തു. ഇതുവഴിയുള്ള യാത്ര ഒരു നല്ലൊരു കാഴ്ച അനുഭവം തരുന്നതാണ്. 2 സൈഡ് വനമാണ്. ഇത് പുനലൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്ന റെയിൽവേയുടെ പാലമാണ്. ഈ വലത്ത് സൈഡ്, ആ മലയുടെ അങ്ങേ സൈഡ് തെന്മല ഡാമിൻ്റെ റിസർവയറാണ്. ഈ ഭാഗങ്ങളെല്ലാം ആ മലയ്ക്ക് അപ്പുറം. ഇത് 13 പാലത്തിനടുത്ത് ഉള്ള ഭാഗമാണ്. റോഡ് തീരെ അകലമില്ലാത്ത റോഡാണ്. സൈഡിൽ ഈ ആറും അഗാധമായ കുഴിയുമാണ്. ലോറിയോ ബസ്സോ അങ്ങനെയുള്ള വലിയ വാഹനങ്ങൾ വരുമ്പോൾ നമുക്കെവിടെ സൈഡ് കിട്ടുന്നു അവിടെ സൈഡ് നിർത്തി കൊടുക്കണം. റോഡ് ഒട്ടും അകലമില്ല. ഇവിടെ ശരിക്ക് ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ 13 പാലം അടുക്കാറായി. കാണുന്ന എല്ലാം വനമേഖലയാണ്. ഇടത്തെ സൈഡും വലത്തെ സൈഡും വനമേഖലയാണ്. അതിൻ്റെ നടുവിൽ കൂടിയാണ് നമ്മുടെ യാത്ര. ഇതാണ് 13 പാലം. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് റെയിൽവേയുടെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. റെയിൽവേയുടെ ആവശ്യം എന്ന് പറയുമ്പോൾ ട്രെയിൻ പോകാനുള്ള ട്രാക്കിന് വേണ്ടിയുള്ള. ഇത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് വൃക്ഷങ്ങളെല്ലാം വളർന്നു നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിന് മൊത്തത്തിലായി ആർച്ചുകൾ കാണാൻ പറ്റില്ല. ഇതിൻ്റെ മുകൾ ഭാഗം റെയിൽവേ ലൈൻ മലയാളവും മലയാളത്തിന് പുറമേ ഉള്ള ഒരുപാട് സിനിമകളുടെ ഒരു ലൊക്കേഷൻ കേന്ദ്രം കൂടിയാണ്. നേരത്തെ എൻ്റെ മുകളിൽ ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ കയറി മുകളിൽ പോയി വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഗേറ്റ് ഇട്ട് അടച്ചേക്കുക. എൻ്റെ ഈ വലത്തെ സൈഡ് വീഡിയോ ഒക്കെ എടുത്ത് പോകാൻ നല്ല രസമുള്ള സ്ഥലമാണ്. അത് നമ്മൾ മുമ്പേ കാണിച്ച ആ ആറ്, ആ കരയിൽ കൂടെ കിലോമീറ്ററുകളോളം ഉണ്ട്. ഏകദേശം ഈ ആറ് ആര്യങ്കാവ് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വരെ ഉണ്ട്. റോഡൊക്കെ അവിടെ ഇവിടെ എല്ലാം കുണ്ടും കുഴിയുമാണ്.
തോരാതെ മഴ പെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മഴയ്ക്കൊരു ശകലം തോർച്ചയുണ്ട്. ഇതിൻ്റെ ഈ ഇടത്തെ സൈഡ് തേയില എസ്റ്റേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു ദിവസം അവിടെ പോയി ഒരു ബ്ലോഗ് എടുക്കണം. ഇന്ന് പോകാനെ കൊണ്ട് സമയമില്ല, പിന്നെ ഭയങ്കര മഴയുമാണ്. അതുകൊണ്ട് നേരെ എസ് വളവ് കുറ്റാലത്തും പോയാൽ സമയം കിട്ടത്തില്ല. സമയത്തിൻ്റെ കുറവ് മാത്രമല്ല, നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇതേണ്ട ആകാശമൊക്കെ ഇരുണ്ട് കൂടി. ഇത് നമ്മൾ മുമ്പേ കാണിച്ച അതേ ആറ് തന്നെ ഇത്. ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ഇത് ചെറിയൊരു തടയണയാണ്. ഉണക്ക സമയത്ത് അവിടത്തെയൊക്കെ പൊതുജനത്തിനൊക്കെ വന്ന് കുളിക്കാനും ഒക്കെ സൗകര്യത്തിന് വെള്ളം കിട്ടാൻ വേണ്ടി. ആ തടയണയുടെ മുകളിൽ കൂടി കഷ്ടിച്ചൊരു ഓട്ടോറിക്ഷ വരും, കാറ് കയറത്തില്ല. ഞാൻ മഴയൊക്കെ പെയ്ത് ചള്ളയായതുകൊണ്ട് നടന്നാണ് വന്നത്. ഇവിടെ ഇനിയും അങ്ങോട്ട് പോകുന്നിടത്താണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. അതിന് പുറമെ റോസ് മല എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു മലയുണ്ട്. അത് തെന്മല ഡാമിൻ്റെ കിഴക്ക് ഭാഗമാണ്, റിസർവയറിൻ്റെ കിഴക്ക് ഭാഗമാണ്. അവിടെ ചെന്നാൽ ഡാമിൻ്റെ ആ കിഴക്കേ അറ്റം കാണാം. ഇതാണ് പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ കീറുന്ന കവാടം. ഇന്ന് അവധിയാണ് VSൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ തെന്മല ഡാമിൻ്റെ കിഴക്കേ സൈഡിൽ ഒരു സൈഡിൽ കൂടെ ഒഴുകുന്ന വെള്ളമാണ് കുറ്റാലം വെള്ളച്ചാട്ടം. അവിടെയും പോയി ഒരു വ്ളോഗ് ചെയ്യണം. ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രം. ഇറങ്ങിപ്പോകുന്ന മെയിൻ വഴി ഇതാണ്. ശബരിമല സീസണിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും വരാൻ പറ്റില്ല. അതേ രീതി തിരക്കാം. ഇപ്പോൾ തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുക. എന്നിരുന്നാലും ഒരുപാട് അയ്യപ്പ ഭക്തരുണ്ട്. ഇവിടെ സ്ത്രീകളാണ് കൂടുതലും വരുന്നത്. കാര്യം സ്ത്രീകൾക്കും കയറി തൊഴാം എന്നതുകൊണ്ട്. ആര്യങ്കാവ് അയ്യപ്പ. തമിഴ്നാട്ടിലെ മിക്ക ആൾക്കാരും ശബരിമല സീസൺ അല്ലാത്ത സമയത്തും ഇവിടെ ദർശനത്തിന് വരും. തമിഴ്നാടിനോട് ബോർഡറാണ്. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ ചെന്നാൽ കേരള തമിഴ്നാട് ബോർഡറായി. ഇത് കറുപ്പസ്വാമിയുടെ നടയാണ്. അവിടെ താഴെക്കൂടെ ഒരു ചെറിയൊരു തോടുണ്ട്. ഇറങ്ങി കുളിക്കുകയും എല്ലാം ചെയ്യാം. ഇതാ ആ തോട്. ഞാൻ ഇവിടെ വന്നപ്പം അയ്യപ്പ ഭക്തരെല്ലാം കുളിക്കാനൊക്കെ ഉണ്ട്. ആ ഭാഗം ഞാൻ വീഡിയോയിൽ പകർത്തിയില്ലെന്നേ ഉള്ളൂ. ഇനി കോട്ടവാസൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു
കറുപ്പസ്വാമി ക്ഷേത്രമുണ്ട്. അത് ഇതുവഴി വരുന്ന മിക്ക വാഹനങ്ങളും അവിടെ നിർത്തി കാണിക്കയിട്ട് പോകും. പിന്നെ ഭൂരിഭാഗം ആൾക്കാരും കയറി തൊഴുത് മടങ്ങാറുണ്ട്. അങ്ങനെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ എത്തി. ഇത് ക്ഷേത്രം ഇരിക്കുന്നത് കേരളത്തിലാണ്. എന്നാൽ ക്ഷേത്രത്തിൻ്റെ അതിരിൽ നിന്ന് എടുത്ത് കാല് വെക്കുന്നത് നമ്മൾ കയറിപ്പോകുന്ന സ്റ്റെപ്പല്ല. അതുകൊണ്ട് ആ സൈഡ് അവിടെ നിന്ന് കാലെടുത്ത് അങ്ങോട്ട് വെക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇതാണ് കറുപ്പസ്വാമി ക്ഷേത്രം. ഇവിടെ തമിഴ്നാട്ടുകാർ വന്ന് എന്തൊക്കെയോ വഴിപാട് അവർ നടത്തുന്നുണ്ട്. എനിക്ക് പ്രസാദം തന്നായിരുന്നു, ഞാൻ വാങ്ങി അത് കഴിച്ചു. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്ററിന് നല്ല വളവും തിരിവും ഇറക്കവുമാണ്. ഇനി ഒരു ട്രിപ്പ് കൂടെ തമിഴ്നാട്ടിലേക്ക് വരണം. കുറ്റാലം, തിരുമൽക്കോവിൽ, തെങ്കാശി, രാജപാളയം, ശങ്കരൻകോവിൽ. അവിടെ ജമന്തി, സൂര്യകാന്തി, മുല്ലപ്പൂ ഒക്കെ കൃഷിയുമുണ്ട്. അതെല്ലാം പോയി ഒരു വ്ലോഗ് ചെയ്യണം. ഈ ഭാഗത്തൊക്കെ വന്നപ്പോഴത്തേക്ക് നേരം സന്ധ്യയാകാറായി, സമയമില്ല. അല്ലെങ്കിൽ പോയി കുറ്റാലം കൂടെ കാണാമായിരുന്നു. ഇപ്പോൾ തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതുവഴി വണ്ടിത്തിരക്ക് തീരെ കുറവ്. അല്ലേ ഭയങ്കര വണ്ടിത്തിരക്കും ട്രാഫിക് ജാമും ഉള്ളൊരു റൂട്ടുമാണ്. അങ്ങനെ എസ് വളവ് അടുക്കാറായി. ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ശബരിമല സീസണിലാണ്. താഴെ കാണുന്നതെല്ലാം തമിഴ്നാട് ജനവാസ കേന്ദ്രങ്ങളാണ്. ഇതാണ് എസ് വളവ്, കേരളത്തിൻ്റെ സ്വന്തം KSRTC. ഇതാണ് വലിയ വാഹനങ്ങളൊക്കെ തിരിഞ്ഞിറങ്ങാൻ വലിയ പാടാണ്. ഇതൊരു കാലി വണ്ടിയാണ്, എന്നിട്ട് തന്നെ ബുദ്ധിമുട്ടാണ്. അന്നേരം ലോഡും പുറത്ത് വരുന്ന വണ്ടി തിരിഞ്ഞു കീറുന്ന ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എസ് വളവ് കണ്ട് ഇനി ഞാൻ തിരികെ മടങ്ങാനുള്ള പരിപാടിയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ലൈക്ക് ഇപ്പം തന്നെ അടിച്ചേര്.